റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ആരെങ്കിലും എന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ മദീനത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിന്റെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, മുത്തുനബിയുടെ റൗള കണ്ടാൽ അജ്മീറിൽ പോയവര്, നാഗൂര് പോയവര്, ഏർവാടിയിൽ പോയവര്, മുത്തുപേട്ടയിൽ പോയവര്, എന്റെ പ്രിയപ്പെട്ടവര്, എല്ലാ ഖബറുകളും നിങ്ങൾ സിയാറത്ത് ചെയ്തല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കണ്ടിട്ടുണ്ടോ? മുത്തുനബിയുടെ കൊട്ടാരം കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കണ്ടാൽ, നബിയുടെ ഖബർ സിയാറത്ത് ചെയ്ത റസൂലുള്ളാഹ് പറയുകയാ, വജബതു ലഹു ശഫാഅതി. ആരെങ്കിലും എന്നെ കാണാമെന്ന എന്റെ റൗള സിയാറത്ത് ചെയ്ത ഞാൻ കൊണ്ടുപോകും സഹാബ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ആരെങ്കിലും എന്നെ വന്ന് കണ്ടാൽ, എന്റെ മദീനത്ത് വന്ന് എന്നെ സിയാറത്ത് ചെയ്താ ഞാൻ കൊണ്ടുപോകും സഹാബ. മുത്തുനബിയാണ് പറഞ്ഞത്, ഞാൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്താ. മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടും ചെറുപ്പക്കാരാ. മോഹമുണ്ടാകണം മുസ്ലിമേ. സമ്പാദിച്ച് കോടികൾ വെച്ചിട്ട് കാര്യമില്ല. ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്. ഒരു സ്വർഗം ഈ ഇരിക്കുന്ന മജ്ലിസാണ്. ഇനി രണ്ടാമത്തെ സ്വർഗമങ്ങ് മുത്തുനബിയുടെ റൗളയുടെ ചാരത്താ, ആ ഖബറിന്റെ ചാരത്താ. അവിടെ പോയിരുന്നെന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നത് അല്ലാഹുവേ ഭൂമിയിലെ സ്വർഗമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന സ്ഥലമാ. അതുകൊണ്ടാ പറഞ്ഞത്, മക്കത്ത് പോകണം, മദീനത്ത് പോകണം. ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമതാണ്. അതിനുവേണ്ടി ജീവിച്ചവരുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, മദീനയെ സ്നേഹിക്കണം. റസൂലുള്ളാഹ് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ മദീനയെ സ്നേഹിച്ചാൽ, എന്റെ നാടിനെ സ്നേഹിച്ചാ, എന്റെ നാട്ടിൽ വന്ന് മരണപ്പെട്ടാൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മദീനയെ സ്നേഹിക്കണം, മദീനയിൽ വന്ന് മരണപ്പെടണം. അല്ലാഹുവേ, ഒരാറടി മണ്ണ് തരണേ അല്ലാ. ജന്നത്തിൽ ബഖീൽ ഉസ്മാൻ തങ്ങൾ കിടക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി കിടക്കുന്ന, അവിടത്തെ മക്കളും അവിടത്തെ ഭാര്യമാരും കിടക്കുന്ന, ഒരുപാട് സ്വഹാബികൾ കിടന്നുറങ്ങുന്ന ആ ജന്നത്തിൽ ബഖീൽ ഒരു 6 അടി